ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വീണ്ടും സ്വർണം മോഷണം പോയതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി. ക്ഷേത്ര ജീവനക്കാരുടെ ഭക്തരോടുള്ള മോശം പെരുമാറ്റം, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, എത്രയും വേഗം സുരക്ഷാ ഓഡിറ്റ് നടത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഏപ്രിൽ 23-ന് പരാതി നൽകിയത്. ക്ഷേത്രത്തിലെ സുരക്ഷാ നടപടികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവഴിച്ച തുകയിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഓഡിറ്റും സുരക്ഷാ നടപടികൾ സമയബന്ധിതമായി പുനഃപരിശോധിക്കണമെന്നും ഗോവിന്ദൻ നമ്പൂതിരി ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര ജീവനക്കാരുടെ നിഷേധാത്മക മനോഭാവം നേരിടുന്നു. ക്യൂ മാനേജ്മെന്റ് മുതൽ പ്രസാദങ്ങളുടെ ഗുണനിലവാരം വരെ ഭക്തർക്ക് കുടിവെള്ള സൗകര്യം, വിശ്രമ മുറികൾ എന്നിവയുടെ ആവശ്യകതയും പരാതിയിൽ ഉന്നയിച്ചിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണം കഴിഞ്ഞ ദിവസം തിരിച്ചു കിട്ടിയിരുന്നു. ക്ഷേത്രവളപ്പിലെ മണൽ നിരപ്പിലാണ് സ്വർണം കിട്ടിയത്. ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ വാതിൽ സ്വർണം പൂശാൻ പുറത്തെടുത്തതിൽ 13 പവനിലധികം സ്വർണമാണ് കാണാതായത്. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണദണ്ഡുകളിൽ ഒന്നാണ് കാണാതെ പോയത്. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സ്വർണം എങ്ങനെ മണലിലെത്തി എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ശ്രീകോവിലിന്റെ പ്രധാന വാതിൽ സ്വർണം പൂശുന്നത് ഏതാനും മാസങ്ങളായി തുടരുകയാണ്. ഇതിനായി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം പുറത്തെടുക്കുകയും ഓരോ ദിവസത്തെയും പണികൾ കഴിഞ്ഞതിന് ശേഷം തിരികെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയുമാണ് പതിവ് രീതി. സുരക്ഷാ ചുമതലയുള്ള പോലീസിന്റെയും ക്ഷേത്രത്തിലെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്റെയും സാന്നിധ്യത്തിലാണ് സ്വർണം എടുക്കുകയും തിരികെ വയ്ക്കുകയും ചെയ്യുന്നത്. ബുധനാഴ്ചയാണ് അവസാനമായി സ്വർണം പൂശൽ നടത്തിയത്. ഇതിനുശേഷം തിരികെ വെച്ച സ്വർണം ശനിയാഴ്ച രാവിലെ പുറത്തെടുത്തപ്പോഴാണ് അളവിൽ കുറവുള്ള വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. ശ്രീകോവിലിന് മുന്നിലെ ഒറ്റക്കൽ മണ്ഡപത്തിൽ വെച്ചാണ് സ്വർണം പൂശൽ നടത്തുന്നത്. ഇവിടെ വെളിച്ചം കുറവായതിനാൽ തറയിൽ വീണതാക്കാം എന്ന കണക്കുകൂട്ടലിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതെ പോയതിൽ ജീവനക്കാർക്കിടയിലെ ചേരിപ്പോരുണ്ടോ എന്ന സംശയം ശക്തമായി തന്നെ ഉയർന്നു വരികയാണ്. ക്ഷേത്ര ജീവനക്കാരെയും സ്വർണ്ണപ്പണിക്കാരെയും ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ക്ഷേത്ര ജീവനക്കാർക്കിടയിലെ പടലപ്പിണക്കവും സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകും. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 13 പവൻ സ്വർണമാണ് കാണാതായത്. തൊട്ടടുത്ത ദിവസം പോലീസ് പരിശോധിക്കുമ്പോൾ ക്ഷേത്രത്തിലെ മണലിൽ നിന്നും സ്വർണം കിട്ടുന്നു. തികച്ചും നാടകീയമായ സംഭവങ്ങളാണ് അതീവ സുരക്ഷയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നത്. വടക്കേ നടയ്ക്കും പടിഞ്ഞാറേ നടയ്ക്കും ഇടയിലുള്ള മണ്ഡപത്തിന് സമീപമാണ് മണലിൽ താണ നിലയിൽ സ്വർണം തിരികെ കിട്ടുന്നത്. 20 പോലീസുകാർ മണൽ ഇളക്കി നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. സ്വർണം ഇവിടെ എത്തിയതിന് പിന്നിൽ വൻ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഈ ഭാഗത്ത് 2 CCTVകളാണുള്ളത്. ഒന്നിൽ നിന്നും ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. മറ്റൊരു ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ വെത്തുന്നവരെ പരിശോധിക്കുന്ന ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ സ്വർണം കിടന്ന ഭാഗത്ത് കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും പോലീസിന് വ്യക്തതയുമില്ല. സ്വർണം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളുടെ ഉത്തരവാദിത്തം മുതൽപ്പെടി എന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമിൽ നിന്നും സ്വർണം എടുത്ത് വാതിൽ സ്വർണം പൂശുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് തൂക്കി തിട്ടപ്പെടുത്തിയ ശേഷമാണ് സ്വർണ്ണപ്പണിക്കാർക്ക് നൽകുന്നത്. വൈകുന്നേരവും പണിസ്ഥലത്ത് നിന്നും സ്വർണം തൂക്കി തിട്ടപ്പെടുത്തി തിരികെ സ്ട്രോങ് റൂമിലേക്ക് ഉദ്യോഗസ്ഥർ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. സ്വർണം നഷ്ടപ്പെട്ടതിന്റെ തലേന്നും സ്വർണം തൂക്കി തിട്ടപ്പെടുത്തി കൊണ്ടുവച്ചുവെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. എന്നാൽ എങ്ങനെ അതേ സ്വർണം ഈ മണ്ണിലെത്തി? 2 കാര്യങ്ങളാണ് പോലീസിന് സംശയം. ക്യാമറ ഭാഗത്ത് വന്നപ്പോൾ സ്വർണം നിലത്തിട്ട് ചവിട്ടി താഴ്ത്തി, അല്ലെങ്കിൽ സഞ്ചിയിൽ നിന്നും ഊർന്നു വീണു. സ്വർണം കാണാതായ ശേഷം ഈ ഭാഗങ്ങൾ പോലീസ് നിരീക്ഷണത്തിലായതിനാൽ പിന്നീട് കൊണ്ടുവയ്ക്കാനുള്ള സാധ്യത പോലീസ് തള്ളുകയാണ്. എന്തായാലും ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്.